എല്ലാവർക്കും വീഡിയോസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഡിസൈനർ സ്റ്റുഡൻസിന് കോളേജിൽ എന്തൊക്കെ പോവണം എന്നുള്ള വീഡിയോ ആണ്. ഞാൻ ഇന്നേ വരെ ഇത് യൂട്യൂബിൽ ഞാൻ നോക്കിയായിരുന്നു കുറച്ച്. അപ്പോൾ എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. അപ്പോൾ ആരും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റേതായ വീഡിയോ ഇടാമെന്ന്. അപ്പം ഞാൻ കാണിക്കുന്ന എന്നെ കൊണ്ടുപോകണമെന്നില്ല, കോളേജിൽ ലിസ്റ്റ് തരും. അപ്പോൾ അതിനനുസരിച്ചാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡിസൈനർ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഡിസൈനേഴ്സ് എസെൻഷ്യൽ എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ വലിയ സാധനത്തിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു സാധനത്തിലേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ A3യുടെ 100 പേപ്പറും. അപ്പോൾ അതിന് ഒത്ത ഫയലില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഇന്നലെ നമ്മൾ ലുലുമാളി പോയപ്പോഴത്തേക്ക് അതിനൊത്ത ഫയൽ കിട്ടി ഗൈസ്. ഈ ഒരു ഫയൽ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചു. നല്ല ട്രാൻസ്പെറൻറ്റ് ഫയലല്ലേ. അപ്പോൾ A3യുടെ ഫയലും 100 പേപ്പർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് A4 ഷീറ്റാണ്. A4 ഷീറ്റ് 100 എണ്ണമാണ് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ 100 കൂടുതലുണ്ട്. അപ്പോൾ അതുണ്ട്. എല്ലാം ഇങ്ങോട്ട് മാറ്റിയിരിക്കുക കേട്ടോ. പിന്നെ ഇത് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇത് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുന്ന ഒരു ഫയലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് വെക്കി ഇതുപോലത്തെ ഒരു ഫയൽ വാങ്ങിച്ചാലും നല്ലതാണ്. പിന്നെ ഇതെൻ്റെ കയ്യിലുള്ള സ്കെച്ച് ബുക്കാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ സ്കെച്ച് ബുക്ക് നമുക്ക് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. അതുമല്ലാതെ A3യുടെ സ്കെച്ച് ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫുട്ടേജ് ഞാൻ ഇതിൽ കൂടെ ചേർക്കാം. അത് ഞാൻ ഷൂട്ട് കേസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൽ കൂടെ ചേർക്കാം കേട്ടോ. ഒന്നല്ലെങ്കിൽ സൈഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അത് വരുന്നതാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരും. ഇവിടെ സ്കെച്ച് ബുക്ക് 3 എണ്ണം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ A3യുടെ സ്കെച്ച് ബുക്ക് ആട്ടോ 3 എണ്ണം. ഡോംസിന്റെ സ്കെച്ച്. എന്നിട്ട് ഇനി നമുക്ക് വാങ്ങിക്കാൻ പറഞ്ഞത് A5ന്റെ. എനിക്കിത് എപ്പോഴും ഈ നമ്പർ മാറിപ്പോകും ഗൈസ്. ഇത് A5ന്റെ സ്കെച്ച് ബുക്കാണ്. കുഞ്ഞു സ്കെച്ച് ബുക്ക് കേട്ടോ ഗൈസ്. അപ്പൊ അതുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഡയറി, ഇതൊക്കെ ഞാൻ ചുമ്മാ എടുത്ത് വെച്ചിരിക്കണം. അതിൻ്റെ കൂടെ വെച്ചതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പാലറ്റാണ്. അപ്പം ഈ വലിയ പാലറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലായിട്ട് ഞാൻ വലിയ ആർട്ടിസ്റ്റാണ് ഗൈസ്. നിങ്ങളതൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇത് വാട്ടർ കളറാണ്. ഇത് ക്യാമലിൻ്റെ വാട്ടർ കളറാട്ടോ. അപ്പോൾ ഇതിൽ 24 ഷെയ്ഡ് ഉണ്ട്. അത് പിന്നെ നമുക്ക് വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ എന്തായാലും പെയിന്റ് ബ്രഷ് വേണം. അപ്പോൾ ഇത് 2 സൈസിലുള്ള പെയിന്റ് ബ്രഷാണ്. ഒന്ന് റൗണ്ടും ഒന്ന് ഫ്ലാറ്റും ആണ്. അപ്പോൾ 2 ഡോംസിന്റെ പെയിന്റ് ബ്രഷാണ്. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചത് ആർക്കിലൈൻ്റെ പോസ്റ്റർ കളറാണ്. ഇത് 12 കളർ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ 12 കളർ വരുന്ന ഒരു പോസ്റ്റർ കളർ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പെൻസിൽ ഡ്രോയിങ് ഒക്കെ മസ്റ്റ് ആണ്. അതുകൊണ്ട് പെൻസിൽ കളറുണ്ട്. ഇത് ഡോംസിന്റെ പെൻസിൽ കളറാട്ടോ. അത് കഴിഞ്ഞ് വലിയ എല്ലാവർക്കും വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഫെവിക്കോൾ ഗൈസ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വേണമെങ്കിൽ എന്നെ എടുക്കാം. അതുകൊണ്ട് ഫെവിക്കോൾ കേട്ടോ ഗൈസ്. ഇത് നോ പ്രൊമോഷൻ, ഇതെന്റെ സ്വന്തം പൈസ കൊടുത്ത് വെച്ചത്. അപ്പൊ അതാണ് എല്ലാം ഉരുണ്ട് പോയി ഗൈസ്. പിന്നെ കത്രിക, നല്ല ഓറഞ്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള കത്രിക ഉണ്ട്. വലുതുമുണ്ട് ചെറുതുമുണ്ട്. ചെറുത് നമുക്ക് കുഞ്ഞു പേപ്പർ കിട്ടി. ഇരുന്ന് കത്രിക കേട്ടോ. പിന്നെ നമുക്ക് അമ്മയും കുഞ്ഞിനെയും പോലെ 2 സ്കെയിലുണ്ട്. ഇത് സ്റ്റീൽ സ്കെയിലാണ്. അമ്മയും കുഞ്ഞും നമ്മൾ ഒരിക്കലും അമ്മയെ മാത്രം വായിക്കാതെ അമ്മയും കുഞ്ഞിനെയും കൊണ്ടുപോകണം ഗൈസ്. അതുകൊണ്ട് 2 സ്കെയിലുണ്ട്. അത് വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതിൽ മെയിനായിട്ട് കാണിക്കുന്ന സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കൊരു പേപ്പർ കട്ടർ ഉണ്ട്. അപ്പോൾ അവര് വാങ്ങാൻ പറഞ്ഞ പേപ്പർ കട്ടർ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മള് സാധാ പേപ്പർ കട്ടർ വാങ്ങിച്ചു. ഇതുപോലത്തെ ഇങ്ങനെ ഇതിന് പേപ്പർ കട്ടിങ് നൈഫ് എന്നാണ് പറയുന്നത്. ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ അടുത്ത് കട്ടിങ് മാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ
പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പൊ ആ സാധനം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന പേപ്പർ കട്ടർ ഇതാണ്. അപ്പൊ നമ്മൾ ഏതാണെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ 2 വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ മാസ്കിംഗ് ടേപ്പ് ഒരെണ്ണേ വായിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനെയാണ്, അമ്മയെ കുഞ്ഞുങ്ങളും വേണം, അതുകൊണ്ടാണ് അമ്മ വലുതും ചെറുതും മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക് എല്ലാ അമ്മയും കുഞ്ഞുങ്ങളും മസ്റ്റാണ്. ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്, അതിന്റെ കുഞ്ഞിതാ കേട്ടോ. അങ്ങനെ എന്റെ അമ്മയും കുഞ്ഞിനെ എപ്പോഴും അമ്മയും കുഞ്ഞും ഒരുമിച്ച്. ഈ സാധനം മൊത്തം വായിച്ചത് ഞാനാണ്. ചേട്ടനാണ് വായിച്ചെങ്കിലും അമ്മയും കുഞ്ഞും അമ്മേടെ ചോദിച്ചിട്ടെന്നെ വെച്ചാ അതെ കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് ചിലപ്പോ ചെറുതാണ് വേണ്ടെങ്കിൽ നമ്മള് വലുത് വെട്ടേണ്ട ആവശ്യമില്ല, ഉപയോഗിക്കണം, പറ്റുന്നതാണ്. എന്തായാലും 4 വർഷം പഠിക്കാനുള്ളതാണ്. അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിച്ച് പോകും. അത് കഴിഞ്ഞ് ഇത് അക്രലിക് കളറാണ്. അപ്പൊ ഇത് എന്റെ ഇരുന്ന പാലറ്റ് ആണ് കേട്ടോ. ഇതിൽ എന്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതിലുള്ള കളേഴ്സ് ആട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഉപയോഗിച്ച് പാതിയും തീർന്നതൊക്കെയാണ്, പാതി കുറച്ചൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഉള്ളത് ഉപയോഗിച്ചിട്ട് പുതിയത് എടുക്കുന്നതല്ലേ ഉള്ളത്. അപ്പൊ അതിന്റെ വേറൊന്നും വാങ്ങിച്ചായിരുന്നു. ഇത് ക്യാമലിൻ്റെത്. ഇത് പ്രൊനൗൺസിയേഷൻ തെറ്റിയാലും എന്നെ ചീത്ത വിളിക്കരുത്, ദയവായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ അതിന്റെ നമ്മള് കളർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അടയല്ലേ, അപ്പൊ അതുണ്ട്. പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കും സ്വർണ്ണമൊക്കെ കൊണ്ട് പോണോ? സ്വർണ്ണമല്ല ഗൈസ്, നമ്മുടെ അക്രലിക് കളറിന്റെ വലിയ ടിന്നാണ് ഗൈസ്. വെള്ള വലിയ ടിന്ന് അവിടെ വലുത് വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പൊ അത് എന്തരീ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ ഒരു ചെപ്പ് കൊണ്ട് തന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഇട്ടേക്കാം. അപ്പൊ അത് അതിൻ്റെ അകത്ത് ഇട്ടേക്കണം. പിന്നെ സെലോ ടേപ്പ് നമ്മുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും എൻ്റെ ചേട്ടൻ വാങ്ങിച്ചതാണ്. എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ സെലോ ടേപ്പ്. പിന്നെ എറൈസർ വിത്ത് കട്ടറാണ്. കട്ടർ ഇല്ല ഗൈസ്. കട്ടർ അവിടെ എന്താണ്ട് ഈ പെൻസിൽ കളറിൻ്റെ അകത്ത് കട്ടർ ഉള്ളതുകൊണ്ട് കട്ടർ വാങ്ങിച്ചില്ല, എറൈസർ വാങ്ങിച്ചു. അതും ഡോംസിന്റെ എറൈസർ. പിന്നെ നമുക്ക് ഇങ്ക് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു, ബ്ലാക്ക് ഇങ്ക്. അത് ക്യാമലിന്റെ ഒരു ഇങ്ക് കുപ്പി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലച്ച് പെൻ ഏതൊക്കെ ചേട്ടനാ വെച്ചത്. ക്ലച്ച് പെനും അതിന്റെ അകത്തുള്ള ഇടാനുള്ള മുനമ്പും ലിഡ് എന്തിനേലും അത് നിങ്ങള് പണ്ട് നമ്മളെ ഈ ജോമെട്രി ബോക്സ് ഒക്കെ വായിക്കുമ്പോ അതിനകത്ത് കിട്ടുമല്ലോ ഗൈസ് ഒരു പേന. പേനയാണ് ഗൈസ്, ഇത് മനസ്സിലായല്ലോ. പേരെന്ന് നമുക്ക് ജോമെട്രി ബോക്സിനകത്ത് കിട്ടുന്ന പേന, അതാണ് ഈ പേന ഗൈസ്. അല്ലാതെ നമുക്ക് പേരെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പേരൊക്കെ അയ്യോ. പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേനയാണ് ഗൈസ്. ഇത് ഫ്ലെയറിന്റെ വുഡി പെൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് എഴുതാൻ വേണ്ടി 3 പേന ഇപ്പൊ കൊണ്ടുപോയി. പിന്നെ വന്നിട്ട് വേറെ ഉണ്ടോ. പിന്നെ നമുക്ക് പെൻസിലാണ് വാങ്ങിക്കാനുള്ളത്. പെൻസിലാണ് കാണിക്കാനുള്ളത്. പിന്നെ ഇത് വീട്ടിൽ ഇരുന്ന ബ്രഷ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ പെൻസിലാണ്. അപ്പൊ ഇതില് നമുക്ക് വാങ്ങിക്കാൻ പറഞ്ഞ സൈസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ HB ബുക്ക് അത് ഞാൻ പറഞ്ഞുതരാം. HB 2B 4B വായിക്കാൻ പറഞ്ഞു. പിന്നെ 2H 4H B 3B ഇത്രയും പേരെയാണ് വാങ്ങിക്കാൻ പറഞ്ഞത്. അതില് 3H എന്ന് പറയുന്ന പെൻസിലുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളൊന്നും വായിച്ച് കിട്ടിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കാണുന്നവരുണ്ടെങ്കിൽ, വരയ്ക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ മഞ്ഞളിൽ പോയപ്പോ അടിപൊളി ഒരു കവർ കിട്ടി. ഇനി ഇതില് ഈ കവർ ഇട്ടോണ്ട് വേണം എനിക്ക് പോവാൻ. നല്ല അടിപൊളി കവർ. മഞ്ഞളിയിൽ പോയപ്പോ ആദ്യം ഇട്ടോണ്ട് ഇങ്ങനത്തെ കവർ. നമുക്ക് ഇത്രയുള്ള ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതില് വാങ്ങിക്കാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്വിക്ക് ഫിക്സ് ഗ്ലൂ എന്ന് പറയുന്നത് ഗം ഗ്ലൂ എന്ന് പറയും. അപ്പൊ അതിന്റെ പിക്ചർ സൈഡിൽ കൊടുത്തേക്കാൻ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിക്കാൻ പറഞ്ഞത്. എവിടെ കിട്ടുമെന്ന് അറിയാമെങ്കിൽ എവിടെ കിട്ടുമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മളവിടെ പോയി വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ
പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഉപകാരപ്പെടുന്നെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ഈ അലപ്പുറ സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള വിലക്കമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ വളരെ സംസാരിക്കുന്ന വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ദിസ് ഇസ് സ്നേഹ വീഡിയോ സൈനിങ് ഓഫ്. ബൈ.